നമസ്കാരം. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം ആളുകൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. നമുക്കറിയാം 62 ലക്ഷത്തോളം ആളുകളാണ് സംസ്ഥാനത്ത് നിന്ന് പെൻഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പെൻഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്കറിയാം നമ്മളുടെ പെൻഷൻ കൃത്യമായി നമ്മളുടെ കൈകളിലേക്കോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ ലഭിക്കണമെങ്കിൽ നമ്മളുടെ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലോ ഒക്കെ പറയുന്ന രേഖകൾ കൃത്യസമയത്ത് തന്നെ നമ്മൾ തദ്ദേശ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ സർക്കാർ പെൻഷൻ സൈറ്റുകളിലോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ കൊടുക്കുന്ന ആളുകൾക്ക് മുടങ്ങാതെ തന്നെ എല്ലാ മാസവും കൃത്യമായി ഇപ്പോൾ 1600 രൂപ വീതം ലഭിക്കുന്നുമുണ്ട്. 2024 മാർച്ച് മാസം മുതൽ കൃത്യമായി എല്ലാ മാസവും ഇപ്പോൾ പെൻഷൻ 1600 വീതം എല്ലാ ആളുകൾക്കും, അതായത് 62 ലക്ഷത്തോളം ആളുകൾക്ക് സംസ്ഥാന സർക്കാർ ഇപ്പോൾ വിതരണം ചെയ്തു വരുന്നുണ്ട്. 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക കൂടി കൂട്ടിച്ചേർത്തായിരിക്കും മെയ് മാസത്തെ വിതരണമെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ അറിയിപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ 3200 രൂപയായിരിക്കും ഈ മാസം 20-ാം തീയതി വിതരണം ആരംഭിക്കുവാൻ പോകുന്നത്. 62 ലക്ഷത്തോളം ആളുകൾക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കും. നമുക്കറിയാം, ഈ ഒരു പെൻഷൻ ലഭിക്കണമെങ്കിൽ കൃത്യമായി നമ്മളെല്ലാ ആളുകളും ആ പെൻഷൻ വാങ്ങുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിങ് ചെയ്യേണ്ടത് അത്യാവശ്യമായിരുന്നു. 2024 മസ്റ്ററിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പെൻഷൻ വിതരണം ചെയ്യുന്നത്. നമുക്കറിയാം 2025 മസ്റ്ററിങ് ഇപ്പോൾ അടുത്ത മാസം വരാൻ പോകുന്നുവെന്ന അറിയിപ്പ് വന്നിട്ടുണ്ട്. തന്നെയല്ല, എല്ലാ മാസവും ഇനിയിപ്പോൾ കൃത്യമായി മസ്റ്ററിങ് നടത്തിക്കൊണ്ട് പെൻഷൻ വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ വിതരണത്തെ മാറ്റുവാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം നമുക്കറിയാം, അനധികൃതമായി ഒരുപാട് ആളുകൾ സംസ്ഥാനത്ത് പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എന്ന് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്യുകയും ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ വിഭാഗം പിടിക്കുകയും ഇവരോട് ഈ ഒരു പെൻഷൻ തുക, അതായത് കൈപ്പറ്റിയ പെൻഷൻ തുക പലിശ ഉൾപ്പെടെ തിരിച്ചടയ്ക്കണമെന്ന് നിർദ്ദേശം നൽകുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിരലടയാളം പതിച്ചുകൊണ്ട് എല്ലാ മാസവും പെൻഷൻ കൈപ്പറ്റുന്ന രീതിയിലേക്ക് സംസ്ഥാനത്തെ പെൻഷൻ സമ്പ്രദായത്തെ മാറ്റുവാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. നമുക്കറിയാം, റേഷൻ കടകൾ വഴിയൊക്കെ ഇപ്പോൾ വിരലടയാളം പതിച്ചുകൊണ്ടാണ് നമ്മൾ റേഷൻ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. ഇത്തരത്തിൽ റേഷൻ സമ്പ്രദായത്തെ മാറ്റിയതുകൊണ്ട് നമ്മളുടെ റേഷൻ കാർഡിൻ്റെ സാധനങ്ങൾ മറ്റൊരാൾക്കും വാങ്ങുവാൻ കഴിയില്ല എന്ന വലിയ ഒരു സാധ്യത അല്ലെങ്കിൽ വലിയൊരു പ്രയോജനം നമ്മളുടെ സംസ്ഥാനത്തുണ്ടായി. അതുപോലെ തന്നെയാണ് ഇനിയിപ്പോൾ പെൻഷൻ സമ്പ്രദായത്തെയും മാറ്റുവാൻ പോകുന്നത്. വിരലടയാളം പതിച്ചുകൊണ്ട് നമ്മളുടെ പെൻഷൻ നമുക്ക് കൈപ്പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനത്തെ പെൻഷൻ സമ്പ്രദായം മാറും എന്ന ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ വികലാംഗ പെൻഷൻ, അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകൾ, അവർ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അവർ പുനർവിവാഹിതരല്ല എന്ന സർട്ടിഫിക്കറ്റുകൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏൽപ്പിക്കുവാൻ നിർദ്ദേശം കിട്ടിയിട്ടുള്ള ആളുകളൊക്കെ അത് ഈ ഒരു മാസം തന്നെ ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെ ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ വികലാംഗ പെൻഷൻ വാങ്ങുന്ന ആളുകളും അവർക്ക് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രേഖകളോ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏൽപ്പിക്കുവാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കൃത്യമായി തന്നെ അത് ഏൽപ്പിക്കുക. ഇനിയിപ്പോൾ മസ്റ്ററിങ് വരുന്നതിന് മുമ്പ് നമ്മൾ എല്ലാ ആളുകളും നമ്മളുടെ 10 വർഷത്തിന് മുമ്പ് പഴക്കമുള്ളതാണ് നമ്മളുടെ ആധാർ കാർഡെങ്കിൽ അത് പുതുക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. അത് പുതുക്കിയതിന് ശേഷം മാത്രം നമ്മളുടെ പെൻഷൻ മസ്റ്ററിങ് ചെയ്യുവാൻ പോകാവൂ. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പെൻഷൻ വിതരണ അറിയിപ്പുകളും മറ്റു വാർത്തകളും അറിയുന്നതിന് വേണ്ടി ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുക. താങ്ക്